ഹായ് ഹലോ പിള്ളേർ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നർ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് ഇന്ന് ഹമ്പിൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബ്രെഡ് ഇരിപ്പുണ്ടേ. അപ്പം ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിയിട്ടേ ഇരുന്നു. പിന്നെ വിചാരിച്ചു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന്. ചിക്കൻ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതായിരുന്നു ചിക്കൻ. പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയില്ല. ബ്രെഡ് കഴിഞ്ഞ ദിവസമാണ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നെല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മയടുത്ത് പറയായിരുന്നു കേട്ടോ. അമ്മേൻ്റെ ഇത് വഴക്ക് പറഞ്ഞിട്ടേ ഇരിക്കുകയായിരുന്നു. നീ മാറിപ്പോയേ ഞാനും ചെയ്ത് വെക്കാം, നീ പറഞ്ഞാൽ മതി, നിനക്ക് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു സിമ്പിളല്ലേ അമ്മ, ഞാൻ തന്നെ ഉണ്ടാക്കാം. കുറേ നാളായില്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട്. മയോണീസ് അമ്മ തന്നെ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മസാല ഇതിനകത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പൊടികളായ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, തൈരും കൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസമായി ഞാൻ വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് പക്ഷെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയതൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇതങ്ങ് മടിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ അമ്മ ഉണ്ടാക്കി തന്നെ. പക്ഷേ ഞാൻ ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ ബട്ടറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ അതാട്ടോ ചേർക്കുന്നത്. അത് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് ക്യാപ്സിക്കം, ക്യാരറ്റ്, സവോള, ക്യാബേജ്, ഇത് ഇത്രയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇത്ര ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്തത്. അപ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിൽ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കുന്നതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇതായി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, അല്ലാതെ ഇങ്ങനെ നന്നായിട്ട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്ക് പതുക്കെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റുന്നില്ല. വിയർത്തിങ്ങനെ ഒലിച്ച് എറ്റി വീഴുന്നുണ്ട് എൻ്റെ മേലത്ത് തന്നെ ഡ്രസ്സിൽ കേട്ടോ. പിന്നെ അത് അങ്ങനെ ഇതിൻ്റെ അടുത്തും കൂടെ നിൽക്കുമ്പോൾ നല്ല ചൂടാണല്ലോ. അങ്ങനെ എന്താ നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി അതിനകത്ത് കൂടുതൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നമുക്ക് മാറ്റി ഒരു പാത്രത്തിലോട്ടാക്കി വെക്കാം. പിന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ നമ്മളൊരു ഓരോന്നെടുത്ത് വലിച്ചു വാരിയിട്ട് അഴുക്കാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയാറായി, അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബട്ടർ കുറച്ച് ഇട്ടിട്ട് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മൾ ചിക്കൻ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടുമല്ലോ. അങ്ങനെ ഇത് വെച്ചിട്ട് ഞാനൊന്ന് മാറി, കാരണം ചൂട് കാരണം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോർത്ത് കൊണ്ട് തരുമായിരുന്നു, മുഖം തുടക്കിയെന്നും പറഞ്ഞിട്ട്. കാരണം അത്രയ്ക്ക് ചൂട്. ഇങ്ങനെ തുടച്ചിട്ട് അങ്ങോട്ട് മാറുമ്പം തന്നെ ഇങ്ങനെ വിയർത്ത് കുളിക്കുകയാണ്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. തലയൊക്കെ ആണെങ്കിൽ എപ്പോഴും നനഞ്ഞ് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. രാവും പകലും എല്ലാം ഒരേപോലെ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഞാൻ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ വെജിറ്റബിളൊക്കെ കുറച്ചൊന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാൻ മയോണീസും പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസ് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഞാനും കൂടെ കഴിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് പിന്നെ മയോണീസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് വേറെ ഒരുപാട് ഓയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അത് പുഴുങ്ങിയ മുട്ടയ്ക്കകത്താണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് പച്ചമുട്ടയുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി അവിടെ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്തിരി നേരം പോയി കിടന്നു കേട്ടോ. അമ്മ പറഞ്ഞു നീ ഇച്ചിരി നേരം പോയി കിടന്നു, എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ പോയി കിടന്നു. അന്നേരത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വന്നപ്പോഴത്തേക്ക് ചിക്കനൊക്കെ ഫ്രൈ ആകുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും കുറച്ച് നല്ല കട്ടി ഉണ്ടായിരുന്നു, ഒരു സോഫ്റ്റ്നെസ് ഇല്ലായിരുന്നു. അതായിരുന്നു എനിക്ക് മെയിനായിട്ട്
ഫസ്റ്റ് ഇതിനകത്ത് ഒരു ഇതായിട്ട് തോന്നിയത്. ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ, പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഇതാ അമ്മ ചൂടോടെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് കുറച്ചേ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിയായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാമെന്ന് വിചാരിച്ചു. അമ്മ അങ്ങനെ കട്ട് ചെയ്ത് മാറി. അതിന് ശേഷം പിന്നെ ബ്രെഡല്ലേ നമ്മൾ എടുക്കുന്നത്. നമുക്കിതിനകത്ത് സാൻഡ്വിച്ചിൻ്റെ മറ്റേ ബൺ ഉണ്ടെങ്കിൽ അതാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബ്രെഡൊക്കെ എടുത്തു. ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചപ്പം കൂടുതലായിട്ട് അങ്ങ് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ വേറെ ബ്രെഡിനകത്തോട്ടൊക്കെ കുറച്ച് ഇങ്ങനെ ജാം തേക്കുന്ന പോലെ നമ്മൾ തേച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇങ്ങനെ ടൊമാറ്റോ സോസ് ആദ്യം തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് നമ്മൾ മയോണൈസ് തേക്കുന്നുണ്ട്. ഇതും കൂടെ ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു ബ്രെഡിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതിനകത്ത് കുറച്ച് മയോണൈസും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതാ മയോണൈസും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ വെജിറ്റബിളിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സും കൂടി ഇതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് എല്ലാം ആ ഒരു മയോണൈസ് തേച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് കുറേശ്ശെ ആക്കി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതിങ്ങനെ നിരത്തി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3 എണ്ണത്തിനകത്തായിട്ടാണ് ഞാൻ വെക്കുന്നുള്ളൂ. കാരണം ചിക്കൻ പീസ് കുറവായതുകൊണ്ട് നമുക്ക് ഒരു 3 എണ്ണത്തിനകത്ത് അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ 3 പേരാണല്ലോ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 എണ്ണത്തിനകത്തേ വെക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളതിനകത്ത് ഈ പിന്നെ ചിക്കൻ ഇല്ലാതെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതാ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇതാ ഈ 3 എണ്ണത്തിനകത്താക്കിയിട്ട് കുറച്ചിങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 3 എണ്ണത്തിൽ 4 എണ്ണം വേണമെങ്കിൽ ആക്കായിരുന്നു, പക്ഷേ ഞാൻ പിന്നെ 4 എണ്ണം ആക്കിയില്ല, 3 എണ്ണം തന്നെ ആക്കി അങ്ങ് വെച്ചു. പിന്നെ കുറച്ച് മയോണൈസ് അതിൻ്റെ മുകളിൽ, മയോണൈസ് അല്ല ടൊമാറ്റോ സോസും മയോണൈസും കൂടെ കുറച്ച് ഞാൻ ലേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിരത്താൻ പറ്റുന്നില്ല, കാരണം ഇതിങ്ങനെ കുറച്ചിങ്ങനെ കട്ടിക്കിരിക്കുന്നത് കൊണ്ട് നമുക്ക് നിരത്തിയിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് വേറൊരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്, ചീസ്. എനിക്ക് ചീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ലെയറായിട്ട് വരുന്ന ആ ടൈപ്പ് കിട്ടിയില്ല കേട്ടോ. അല്ലാത്ത ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാനിത് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. നൈസായിട്ട് കട്ടി കുറഞ്ഞിങ്ങനെ കട്ട് ചെയ്തെടുത്തെങ്കിലും ചെറിയൊരു കട്ടി എവിടേക്കോ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് അതിനകത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് നേരത്തെ നമ്മൾ മയോണൈസും ടൊമാറ്റോ സോസും കൂടെ തേച്ചില്ലേ, അതേപോലെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഓരോന്നെടുത്ത് ഇതിനകത്ത് കമിഴ്ത്തി ഇങ്ങനെ അടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കമിഴ്ത്തി അടച്ചെങ്കിലും ചീസൊന്ന് മെൽറ്റ് ആവണമല്ലോ, അതുകൊണ്ട് നമ്മളിതൊരു നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പാൻ ഞാൻ കഴുകിയെടുത്ത കേട്ടോ. അതിനകത്ത് വേറെ എണ്ണയൊന്നും ഇല്ല. ആ ഒരു പാനിനകത്തോട്ട് തന്നെ ഇത് 3ഉം കൂടെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വലുതായിട്ട് അങ്ങ് മെൽറ്റ് ആയിട്ടില്ല, എന്നാൽ ഇച്ചിരിയും കൂടെ ഒന്ന് ആകാനുള്ളതുപോലെ തോന്നിയുണ്ട്. ഒന്നും കൂടെ തിരിച്ചും കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് നമ്മൾ തിരിച്ചൊക്കെ ഇടുന്ന സമയത്ത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ്, അതായത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ഇത് എടുക്കാവൂ. പിന്നെ ഇതാ ഫില്ലിങ് പിന്നെയും ബാക്കി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ ബ്രെഡിനകത്തും കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 എണ്ണത്തിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മുട്ടയും കൂടെ ബുൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടെ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് ബ്രെഡ് വെച്ച് നടച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എഗ് സാൻഡ്വിച്ചും കൂടെ ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആ ഒരു ഫില്ലിങ് മാത്രം വെച്ചും എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് മുട്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം ആക്കി എടുത്തിട്ടുണ്ട്. 7 എണ്ണത്തിന് വേണ്ടുന്നത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു സമയം ആയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് കുളിച്ച് പിന്നെയും ആകെ ബുദ്ധിമുട്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കാനിരുന്നത്. അങ്ങനെ നമ്മുടെ ഈ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കില്ലെങ്കിൽ ടേസ്റ്റ് ഭയങ്കരമായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല ഫില്ലിംഗ് ആണ്, ആയതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് നിറയും കേട്ടോ. ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, രാത്രിയിലേക്ക് ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സംഭവം കിടു ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നമ്മൾ ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കണം. നമ്മൾ കടയിൽ നിന്നും പോയി വാങ്ങിച്ച് കഴിക്കേ വേണ്ട കേട്ടോ. സെയിം ടേസ്റ്റ് തന്നെയാണ്, മയോണൈസും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ബർഗർ സാൻഡ്വിച്ചൊക്കെ കഴിക്കണമെന്ന് കൊതിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കടകളിലൊന്നും പോയി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കാതിരുന്നത്. അതുകൊണ്ടാണ് വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ചത്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ
ചൂട് കട്ടൻ കുടിക്കാൻ ഇങ്ങനെ തോന്നിയിട്ടേ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണെന്ന്, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ നേരത്തെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇപ്പം രാത്രിയിൽ തണുപ്പ് എന്തെങ്കിലും കഴിച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് പണി കിട്ടും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൻ എന്തെങ്കിലും ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭ്രാന്താണോ എന്ന്. അല്ല കേട്ടോ, ഈ ചൂട് സമയത്തായാലും അത് കുടിക്കാൻ തോന്നുമ്പോൾ നമ്മൾ കുടിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ മനസ്സിന്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അമ്മ എനിക്ക് കട്ടൻ ഇട്ടുകൊണ്ട് തന്നു. മധുരം ഇല്ലെങ്കിലും ഇതിനകത്ത് കടുപ്പം തോനെയുണ്ട് കേട്ടോ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. അതാണ് ഞാൻ അമ്മയുടെ പറയുന്നത്, ഇച്ചിരി കടുപ്പം കൂടുതലാമ്മ, മധുരം പോലും ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.